ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു സമയത്ത് ഉള്ള അവരുടെ ഫീലിങ്സ് എന്താണ്, അതായത് കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ജെൻഡർലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ്. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഫീലിങ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, ഒരു ആക്ഷൻ എടുക്കാനായിട്ടുള്ള ഒരു തീരുമാനത്തിലാണ് ഈ വ്യക്തി ഉള്ളത്. പക്ഷെ അവർ മനസ്സുകൊണ്ട് നിങ്ങളുടെ അരികിൽ ഓടിയെത്താനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അവർക്ക് ഈ ഒരു സിറ്റുവേഷനിൽ മുന്നോട്ട് വരാൻ കഴിയുന്നില്ല. തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിലും അത് പ്രാവർത്തികമാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഈ വ്യക്തി ഉള്ളത് എന്ന് കാണുന്നുണ്ട്. ആൻഡ് യെസ്, അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് പറയുന്നത് അത്രയും ഡീപ്പായിട്ടുള്ള ഒന്നാണ്. ഈവൻ നിങ്ങളുമായിട്ട് കണക്റ്റഡ് അല്ലാതിരിക്കുന്ന സമയത്തായിരുന്നാൽ പോലും അവർ നിങ്ങളെ ഡീപ്പായിട്ട് സ്നേഹിക്കുന്നുണ്ട്, പ്രണയിക്കുന്നുണ്ട്. നിങ്ങളറിയാതെ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗോഡസ് ഓഫ് മൂൺ എന്നുള്ള കാർഡാണ്. അതിൻ്റെ ഒരു കാര്യമായിട്ട് നമുക്കിവിടെ കാണുന്നത് ഒരു അറ്റാച്ച്മെൻ്റ് ആണ് അവിടെ. അതായത് ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ നിങ്ങളുമായിട്ട് ഈ വ്യക്തി കോണ്ടാക്റ്റിലില്ലാത്തതായിട്ടാണ് കാണുന്നത്. സോ അതുകൊണ്ടാണ് ഈ വ്യക്തി ഇങ്ങനെ ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാവുന്നത്. അവർക്ക് എന്തോ ഒരു കാര്യം നിങ്ങളോട് പറയാൻ ഇഷ്ടമുണ്ട്. അതുപോലെ തന്നെ അവരും നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് പല കാരണങ്ങളാലേ ഉള്ളതാണ്. മണി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കൊണ്ട് സെപ്പറേഷനിൽ പോയ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ കാസ്റ്റ് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസൊക്കെ ബേസിക് ആയിട്ടുള്ള റീസണായിട്ട് കാണുന്നുണ്ട് ഒരു സെപ്പറേഷനായിട്ട്. ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയാൽ തകർന്നു പോകുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ചില ബന്ധങ്ങൾ തന്നെ ഇല്ലാണ്ടാവും, ചിലപ്പോൾ പേരൻസ് തന്നെ പിണങ്ങിപ്പോകും. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ എന്ത് തന്നെയായിരുന്നാലും ഈ വ്യക്തി നിങ്ങളോട് ഒരുമിച്ചിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുമായിട്ട് കുറച്ച് അധിക സമയം അല്ലെങ്കിൽ അവരുടെ ജീവിത യാത്രയിൽ നിങ്ങൾ ഒപ്പം ഉണ്ടാകണം, ഒത്തുള്ളൊരു ലൈഫ് ഉണ്ടാകണം എന്ന് തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നതും. ഓക്കെ, അത്രയും ഡീപ്പായിട്ട് അല്ലെങ്കിൽ അത്രയും ഇൻറ്റൻസ് ആയിട്ട് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്. ആ പ്രണയം എന്ന് പറയുന്നത് വളരെയധികം പ്യുവർ ആയിട്ടുള്ളതാണ്. ഒരിക്കലും ഫേക്ക് ആയിട്ടുള്ളതോ മറ്റൊന്നിനും എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടുള്ളൊരു പ്രണയമോ ഒന്നുമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഈ വ്യക്തി പ്രണയം കീപ്പ് ചെയ്യുന്ന പോലെ തന്നെ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളും ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട് ആ പ്രണയവുമായിട്ട്. നിങ്ങൾ രണ്ടു പേരുടെയും ലൈഫിൽ ഒരുപോലെ മിറാക്കിൾസ് സംഭവിക്കാം, അബൻഡൻസ് ഉണ്ടാകും എന്നൊക്കെയാണ് കാണുന്നത്. തന്നെ നമുക്ക് ഡോർ ടു റൊമാൻസും വന്നിട്ടുണ്ട്. രണ്ട് കാർഡ്സ് ഒരുമിച്ച് വന്നതുകൊണ്ട് തന്നെ രണ്ടുപേരും ഈ ഒരു സമയത്ത് എല്ലാ കാര്യങ്ങൾക്കും വില്ലിങ് ആണ്, പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്, തെറ്റുകളെ ഏറ്റുപറഞ്ഞ് മുന്നോട്ട് ലൈഫ് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുകയാണ് എന്നുള്ളതാണ്. അതിനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. ഈ വ്യക്തി വളരെ കോൺഫിഡൻറ്റോട് കൂടി തന്നെയാണ് ഈ ഒരു സമയത്ത് വെയിറ്റ് ചെയ്യുന്നതും. അതുപോലെ തന്നെ ഈ വ്യക്തി അവരുടെ ലൈഫിൽ തന്നെയുള്ള പല പ്രശ്നങ്ങളാലേ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അതായത് ചില മാനസികമായിട്ടുള്ള സ്ട്രഗിൾസ് തന്നെയാണ് കാണുന്നത്. ഈ വ്യക്തിയുടെ ലൈഫിൽ ഓൾറെഡി ചിലപ്പോൾ അവർക്ക് ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഫിനാൻഷ്യലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതിൻ്റെയൊക്കെ കൂടെ അവർക്ക് ഈ ഒരു സെപ്പറേഷൻ കൂടി താങ്ങാൻ പറ്റുന്നില്ല. ഓക്കെ,
അതുകൊണ്ട് തന്നെ അവർ സ്പിരിച്വലി അവേക്കൻഡ് ആവുന്നുണ്ട്. ഈ ഡിസ്റ്റൻസിൽ അവർ നിങ്ങളെ ഉപേക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അവർ എത്ര ശ്രമിച്ചാലും നിങ്ങളെ മറക്കാനും ഈ റിലേഷൻഷിപ്പ് വിട്ടു പോകാനും കഴിയുന്നില്ല എന്നൊക്കെയാണ് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ റിഗ്രറ്റ് ഫീലിങ്സ് ആണ് കൂടുതലായിട്ടുള്ളത്. ഓക്കെ, അതുപോലെ നിങ്ങളോടൊരു ജസ്റ്റിസ് നിങ്ങൾക്ക് നൽകണം, നിങ്ങളോട് ആ ഒരു നീതി പുലർത്തണം എന്നൊക്കെ അവരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് തവണ ഈ ഒരു റിലേഷൻഷിപ്പിൽ അതായത് ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് എന്ന പോലെ ഒരുപാട് തവണ ഈ ഒരു ബ്രേക്കപ്പും റീയൂണിയനും ഒക്കെ സംഭവിച്ചിട്ടുള്ള റിലേഷൻഷിപ്പുകളാണ്. അവർ മനസ്സിലാക്കിയെടുത്തോളം ഈ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് അവരുടെ ലൈഫിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യം. അല്ലെങ്കിൽ അവർക്ക് ലൈഫിൽ തന്നെ ഒരു ബാലൻസ് കിട്ടുന്ന, അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ കിട്ടുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലാണ്. അവർ അത്രയും ഒരു ചേഞ്ച് തന്നെ അവരുടെ ലൈഫിൽ വന്നിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ്. ലാസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ആർക്കേഞ്ചൽ മിഖായേൽ തന്നെയാണ്. അപ്പോൾ ഇത് കൂടുതൽ പേരുടെയും ലവ് റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ളത് തന്നെയാണെന്ന് മനസ്സിലാക്കാം. അതിന് ഈ ഒരു ഏഞ്ചൽ സപ്പോർട്ടീവ് ആണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇന്നത്തെ ചെറിയ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.